മികച്ച ഭാവിക്ക് മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ തിരഞ്ഞെടുക്കണം. വർഷങ്ങളുടെ പാരമ്പര്യം, ഏറ്റവും മികച്ച അക്കാഡമിക്. നിംസിലൂടെ പഠിക്കാം, ഉയരങ്ങളിലേക്ക് പറക്കാം. നിംസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പട്ടാമ്പി, ഒറ്റപ്പാലം, കൊച്ചി. 8714791666. പട്ടാമ്പി ശ്മശാനത്തിലേക്ക് MP അനുവദിച്ച ഫണ്ടിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്കുള്ള ടെൻഡർ വിളിച്ചു കഴിഞ്ഞുവെന്ന് നഗരസഭാ ചെയർമാൻ TP ഷാജി. നഗരസഭ പണം ചെലവഴിച്ചില്ല എന്നും MP ഫണ്ട് അനുവദിച്ചു എങ്കിൽ പോലും അതിൻ്റെ ടെൻഡർ നടപടികളോ മറ്റ് അനുബന്ധ കരാറുകളോ ചെയ്തില്ല എന്നാണ് അദ്ദേഹം ജനങ്ങളെ അറിയിച്ചത്. 100% അത് സത്യവിരുദ്ധവും ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതുമാണ്. ഞാനതിനെ ഒരു ശുദ്ധ കളവ് എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നില്ല. അതൊക്കെ സാധാരണക്കാരായ ജനങ്ങൾ അത് വിലയിരുത്തും എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. ശ്മശാനത്തിൻ്റെ വിഷയത്തിൽ ടെൻഡർ നടപടിക്ക് വേണ്ടി പബ്ലിഷ് ചെയ്ത ഡേറ്റ് 21/4/2026 MP ഫണ്ടിൻ്റെ ടെൻഡർ പബ്ലിഷ് ചെയ്തത്. ടെൻഡർ ഓപ്പൺ ചെയ്ത ഡേറ്റ് 5/5/2026. പ്രസ്തുത പ്രവൃത്തി 29/5/2026 കരാർ നടപടി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതായത് എഗ്രിമെൻ്റ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ എഗ്രിമെൻ്റ് പൂർത്തീകരിച്ചതിൻ്റെ കോപ്പിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ശ്മശാനം ഞങ്ങൾ സന്ദർശിച്ചു. അതിൻ്റെ പ്രവൃത്തി ഏകദേശം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾ അവിടെ പറഞ്ഞതാണ്. അതിൽ MLA ഫണ്ടുണ്ട്, MP ഫണ്ടുണ്ട് എന്ന് ജനങ്ങളെ ഞങ്ങൾ അറിയിച്ചതാണ്. മാത്രമല്ല അവിടെ ഒരു ബോർഡ് സ്ഥാപിക്കുമ്പോൾ ആ സ്ഥലം വിട്ടു നൽകിയ ആളുകൾ അവരുടെ പേര് പോലും ഞങ്ങൾ കൃത്യമായി പറഞ്ഞു. പിന്നെ പഴയൊരു കെട്ടിടം നഗരസഭ പണം ചെലവഴിച്ചില്ല എന്ന് ആരോപിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ പഴയ കെട്ടിടമുണ്ടെന്ന് പറഞ്ഞു. പഴയ കെട്ടിടം മാത്രമല്ല, അവിടെ പഴയൊരു ഫർണസും ഉണ്ട്. ആ ഫർണസാണ് അവിടെ പൊളിച്ച് കഷ്ണങ്ങളാക്കി ഇട്ടത്. നിങ്ങളല്ല പത്രമാധ്യമ സുഹൃത്തുക്കളൊക്കെ കണ്ടതാണ്. അപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലഘട്ടങ്ങളിലാണ് അത്തരം പ്രവൃത്തികളൊക്കെ പൂർത്തീകരിച്ചെങ്കിൽ ആ പഞ്ചായത്ത് ഭരണസമിതിയുടെ തുടർച്ചയാണ് പട്ടാമ്പി നഗരസഭ. അപ്പോൾ പഞ്ചായത്ത് അന്ന് ചെലവഴിച്ചതും ഇന്ന് നഗരസഭ ഇരിക്കുന്നതും ഒരേ തലത്തിലാണ്. അത് ഈ നഗരസഭയ്ക്ക് കൂടിയ അവകാശപ്പെട്ടതാണ്, അല്ലെങ്കിൽ അധികാര പരിധിയിലുള്ളതാണ്. ഈ അധികാര പരിധിയിലുള്ളത് നഗരസഭയുടേത് മാത്രം ഒരിക്കലും ഞാൻ പറയാൻ തയ്യാറല്ല. അതാണ് ഒന്നുകൂടി ആവർത്തിക്കുന്നത്. ഇത് സാധാരണക്കാരായ ആളുകളുടെ ചോരയും അവരുടെ വിയർപ്പും അവരുടെ അധ്വാനവുമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പണമൊക്കെ ഇവിടെ എത്തുന്നത്. ആ പണം എടുത്തുകൊണ്ടാണ് ഇത്തരം പ്രവൃത്തികളൊക്കെ നടത്തി നഗരസഭ മുന്നോട്ട് പോകുന്നത്.